നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ട വീര്യത്തിൻ്റെ പാരമ്യത കണ്ട ടെസ്റ്റ് സീരീസിന് ശേഷം ICC ടെസ്റ്റ് റാങ്കിങ് പുറത്തുവിട്ടപ്പോൾ വലിയ കുതിച്ച് ചാട്ടമാണ് പ്രസിദ്ധ കൃഷ്ണയും മുഹമ്മദ് സിറാജും നടത്തിയിരിക്കുന്നത്. ഇന്ത്യ റിയോ ഗെയിൻ കരിയർ ബെസ്റ്റ് റാങ്കിങ് ആഫ്റ്റർ സ്റ്റണ്ണിങ് ടെസ്റ്റ് വിൻ എന്ന് പറഞ്ഞുകൊണ്ട് ICC തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിറാജ് ആവട്ടെ പ്രസിദ്ധ കൃഷ്ണയാവട്ടെ കിടിലൻ പ്രകടനം നടത്തി. അതിൻ്റെ ഒരു ഫലമായിട്ട് സിറാജ് 12 സ്ഥാനമാണ് ഇപ്പോൾ കുതിച്ചുയർന്നിരിക്കുന്ന ICC ടെസ്റ്റ് ബൗളിങ്ങിൽ. അങ്ങനെ 15ാം സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നു. അതേസമയം പ്രസിദ്ധ കൃഷ്ണ 25 സ്ഥാനമാണ് മെച്ചപ്പെടുത്തിയത്. 59ാം സ്ഥാനത്തേക്ക് അദ്ദേഹം ഇപ്പോൾ കുതിച്ചുയർന്നിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് സ്ഥാനത്തെന്നുള്ളതല്ല, നേരത്തെ ഏത് സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് വലിയ ഒരു ഹൈക്കാണ് അവരുടെ റാങ്കിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ICC മെൻസ് ടെസ്റ്റ് ബൗളർ റാങ്കിങ് പുതുക്കിയ റാങ്കിങ് പരിശോധിക്കാം. അതിൽ 1ാം സ്ഥാനത്ത് തീർച്ചയായിട്ടും ഇന്ത്യൻ താരം തന്നെയാണ്. ജസ്പ്രീത് ബുംറ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന റാങ്കിങ്ങാണ്. ഈ റാങ്കിങ്ങിൽ 889 റേറ്റിംഗ് ആണ് അദ്ദേഹത്തിനുള്ളത്. രണ്ടാമത് സൗത്ത് ആഫ്രിക്കയുടെ കാഗിസോ റബാദ 851 റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന്. മൂന്നാമത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണുള്ളത്. 838 റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന്. 4 ന്യൂസിലാൻഡിൻ്റെ മാറ്റ് ഹെൻറി, 5 ഓസ്ട്രേലിയയുടെ ജോഷ് ഹേസൽവുഡ്, 6 പാകിസ്ഥാൻ്റെ നോമൻ അലി, 7 ഓസ്ട്രേലിയയുടെ സ്കോട്ട് ബോളണ്ട്, 8 ഓസ്ട്രേലിയയുടെ നദാൽ ലിയോണ്, 9 സൗത്ത് ആഫ്രിക്കയുടെ മാർക്കോ യെൻസൻ, 10 ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്ക്. 10ാമത് തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഗസ് അറ്റ്കിൻസനുമുണ്ട്. അപ്പോൾ 2-10 ഉള്ളതുകൊണ്ട് 11 നമ്പറില്ല. 12ാമത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ജേഡൻ സീൽസ്, 13 ശ്രീലങ്കയുടെ പ്രഭാത് ജയസൂര്യ, 14 വെസ്റ്റ് ഇൻഡീസിൻ്റെ ഷാമർ ജോസഫ്, 15 നമ്മുടെ മുഹമ്മദ് സിറാജ് കുതിച്ചുയർന്നത് 12 സ്ഥാനങ്ങളാണ്. അത് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് അദ്ദേഹം ഉയർന്നിരിക്കുന്നത്. 674 അദ്ദേഹത്തിൻ്റെ ആ ഒരു റേറ്റിംഗ് വരുന്നത്. ഇനി മെൻസ് ടെസ്റ്റ് ബാറ്റിംഗ് റേറ്റിംഗ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ജയ്സ്വാൾ 3 സ്ഥാനം മെച്ചപ്പെടുത്തി 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 1ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ട് തന്നെയാണ്. 908 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. രണ്ടാമത് ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക് 1 സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് അദ്ദേഹം 2ാമതേക്ക് വന്നത്. 1 സ്ഥാനം നഷ്ടപ്പെട്ട് കെയ്ൻ വില്യംസൺ, ന്യൂസിലാൻഡിൻ്റെ കെയ്ൻ വില്യംസൺ 3ാമതേക്ക് പോയി. 4 ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത്, 5 നമ്മുടെ യശസ്വി ജയ്സ്വാൾ 3 സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് അദ്ദേഹം 5ാം സ്ഥാനത്തേക്ക് വരുന്നത്. 6 സൗത്ത് ആഫ്രിക്കയുടെ ടെമ്പ ബൗമ, 7 ശ്രീലങ്കയുടെ കാമിൻഡു മെൻഡിസ്, 8 നമ്മുടെ ഋഷഭ് പന്ത്, 9 ന്യൂസിലാൻഡിൻ്റെ ഡാരിൽ മിച്ചൽ, 10 ഇംഗ്ലണ്ടിൻ്റെ ബെൻ ഡെക്കറ്റ്. ഇന്ത്യയുടെ നായകൻ ശുഭ്മൻ ഗില്ലിൻ്റെ റാങ്കിങ് 4 സ്ഥാനം താഴേക്ക് പോയി 13ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇന്ത്യൻ താരം റേറ്റിംഗിൽ വരുന്നത് 31ാം സ്ഥാനത്താണ് റാങ്കിംഗ് ഉള്ളത്, രവീന്ദ്ര ജഡേജ. പിന്നെ KL രാഹുൽ 40ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി ടെസ്റ്റ് ടീമുകളുടെ റാങ്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 2-2 സമനിലയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ നേടിയത്. 1ാമത് ഓസ്ട്രേലിയ, 2 സൗത്ത് ആഫ്രിക്ക, 3 ഇംഗ്ലണ്ട്, 4 ടീം ഇന്ത്യ, 5 ന്യൂസിലാൻഡ്, 6 ശ്രീലങ്ക, 7 പാകിസ്ഥാൻ, 8 വെസ്റ്റ് ഇൻഡീസ്, 9 ബംഗ്ലാദേശ്, 10 അയർലൻഡ്, 11 അഫ്ഗാനിസ്ഥാൻ, 12 സിംബാബ്വെ. ഇതാണ് ഏറ്റവും പുതിയ ടെസ്റ്റ് ടീമുകളുടെ റാങ്കിംഗ് ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.